എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കാത്തൻ്റെ കിഴിയിലേക്ക് പോവാം. യെസ്, ഓക്കെ. ഇന്ന് സ്പെഷ്യൽ കിഴിയുണ്ട്, അതായത് ചോദ്യം, അതിനുള്ള ഉത്തരം. ഈ ചോദ്യം ഇവിടെ ചോദിക്കണം എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ കിഴി എപ്പിസോഡില്ലേ, അതിന് നേരെ താഴെ കമൻ്റായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ ആ ഒരു ചോദ്യം, അതായത് നമുക്ക് ഉത്തരം കൊടുക്കണമെന്നുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നും അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് 2 പോയിൻ്റാണ് കേട്ടോ, കാരണം അതിന് ജനാധിപത്യ പവറുണ്ട്. ഇന്ന് ആ ചോദ്യം കിട്ടുന്നവരാട്ടോ വിജയിക്കുക, മറ്റുള്ള ഒരു സ്ഥാനവും. പൊളി. ഇന്നലെ കിട്ടിയതിന്റെ ഒരു ആവേശത്തിൽ പറഞ്ഞതാണ്, കിട്ടിയോ? ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഹെഡ് എടുത്തോ, മുത്തുമണിയായി എടുത്തോ. വേർപ്പ് ഇപ്പോഴുണ്ടേ, കുളിക്കുകയാണ് ഇവിടെ. കുളി സോപ്പും കൂടെ എടുത്താ പാതയും പറഞ്ഞേ. സർദാർ 2 സിനിമയുടെ ഷൂട്ട് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാർത്തിക്ക് പരിക്ക് കാരണം, ഞാൻ കൈതിക്ക് പരിക്ക് കാരണം എന്ന് പറയാൻ രണ്ടും ഒന്ന് തന്നെ, അതിനൊരു കുഴപ്പമില്ല. കാർത്തിക്ക് പരിക്ക് പറ്റിയതുകൊണ്ട് എന്താണെങ്കിലും ആ സമയം കൊണ്ട് ചെയ്തു വെച്ചതിന്റെ ഡബ്ബിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. PS മിത്രനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഹൃദയപൂർവ്വം ലാലേട്ടൻ നായകനാവുന്ന സിനിമയാണ്. സിനിമയുടെ കുറച്ച് ലൊക്കേഷൻ സ്റ്റൈലിൽ വന്നിട്ടുണ്ട്, 2 എണ്ണം. അതെ, സത്യനന്ദിക്കാടാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. കുറേ കാലങ്ങൾക്ക് ശേഷം സത്യനന്ദിക്കാടിൻ്റെ ഒരു ലാലേട്ടൻ മൂവി വരാൻ പോവുകയാണ്. സത്യം അതൊരു സത്യം. ഓക്കെ, എന്തായാലേ ലുക്കായിരുന്നല്ലേ, നല്ലൊരു കമന്റ് ഉണ്ടായിരുന്നു. അതല്ലേ ഞാൻ ഹൈപ്പ് കൊടുത്ത ഇത്രയും ഫെമിലിയർ ആക്കിയ ആൾക്കാർ ഞങ്ങളാണെന്ന് പറഞ്ഞത്. അതൊരു സത്യം. അടുത്തത് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. പൊളി. ഇന്ന് 11 മണിക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വരും. ഇതിന് ഇന്നലെ അനൗൺസ് ചെയ്തത് ഭയങ്കര രസമായിരുന്നു. അതായത് അനശ്വര രാജൻ ഷെയർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ എന്ന് പറഞ്ഞിട്ടാണ് ഇതവർ പങ്കുവെച്ചിട്ടുള്ളത്. ആളത് ഷെയർ ചെയ്ത് അതിനേക്കാളും അടിപൊളിയായിരുന്നു, ഒരു സ്മൈലൊക്കെ ഇട്ടിട്ട്. അതെ, എന്താണെങ്കിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ 11 മണിക്ക് എത്തും. യെസ്, വിപിനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ആൾ തന്നെയാണ് ഇതിൻ്റെ രചന. പിന്നെ വിപിൻ ദാസ് ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. സിജു സണ്ണി, പിന്നെ ജോമോൻ ജ്യോതിർ. എല്ലാം കിട്ടിയത് കറക്റ്റ്. ഇതും കൊണ്ടുപോയി നിർത്തുമല്ല. ഓക്കെ, അടുത്ത കിഴി ജാട്ട് സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ക്യാരക്ടർ റിവീലിംഗ് സംഭവിച്ചിട്ടുണ്ട്. ക്യാരക്ടർ ഗ്ലിംസ് ഇന്നലെ വന്നിട്ടുണ്ട്, ഒരു വീഡിയോ. ഓക്കെ, എന്തായാലും നമുക്ക് പോസ്റ്റർ മാത്രം കാണാം. അതെ, രൺദീപ് ഹൂഡ പ്രധാന വേഷത്തിലെത്തുന്നു. രണതുംഗയാകുന്നു. അതെ, സംഭവം കൊയ്ത്താണ്. ആളുടെ കയ്യിൽ ഒരു വലിയ തലയുണ്ട്. ആളുടെ തലയാണെന്ന് അറിഞ്ഞൂടാ. തല കൊയ്ക്കുന്ന ആളാണെന്ന് തോന്നുന്നു. അതെ, ഗോപിചന്ദ് സ്മൽനേനിയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. അടുത്തത് അഭിലാഷം. അടിപൊളി. അഭിലാഷം സിനിമയുടെ റിലീസ് ഈദ് റിലീസായിട്ടായിരിക്കും സിനിമ എത്തുക. ഓക്കെ, പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്താ പേര്? ഷംസു സൈബാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഷൈജു കുറുപ്പും താൻവിറാമുമാണ് പ്രധാന വേഷത്തിൽ. അർജുന അശോകൻ എന്താ റോള്? എന്താ ഇവിടെ? വീട്ടിൽ പോ. മറ്റെന്താ ചത്താ പച്ചയോ? പോയി ലൊക്കേഷൻ ഇവിടെ കയറി അതില് ഇടി. അത് ഫുള്ള് കോമഡി ആയിരിക്കും കേട്ടോ. അതായിരിക്കും ചത്താ പച്ച. അതായത് അതെന്താ വല്ലതും കിട്ടിയോ? എന്ത് ചത്താ പച്ച എന്നുള്ളതിന്റെ ഫുള്ള്? ഇല്ലല്ല. നിനക്കറിയോ? ഇല്ല, എനിക്കും അറിയില്ല. അതെന്താ അങ്ങനെ പേര് എന്നുള്ളത് ഒരു ചോദ്യമാണ് കേട്ടോ. എന്തായാലും അതിന്റെ സംഭവം എന്തായാലും ഉറപ്പാണ് കോമഡി ആയിരിക്കും. കാരണം ഈ WWE ആദ്യമൊക്കെ നമ്മൾ ഇത് ഭയങ്കര റിയലാണെന്ന് വിശ്വസിച്ചു, പിന്നെയുള്ളത് കോമഡിയാന്ന് മനസ്സിലായത്. അപ്പോൾ ആ ഒരു പരിപാടി തന്നെയായിരിക്കും. ഓക്കെ, അടുത്തത് ജയിലർ 2 സിനിമയുടെ ഷൂട്ട് ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി പൊളിയാണ്. പക്ഷെ മത്സരത്തിൽ അതൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ജയിലർ 2 തുടങ്ങിയിട്ടുണ്ട്. 14 ദിവസം ആദ്യത്തെ ഷെഡ്യൂൾ. ഓക്കെ, രജനീകാന്തിന്റെ പോർഷൻസ് ആണ് തീർക്കുന്നതെന്നാട്ടോ പോർഷൻസ്. അതിനുശേഷം നമ്മുടെ ഡോക്ടർ ശിവരാജ് കുമാറിന്റെ കുറച്ച് സംഭവങ്ങളുണ്ട്. നെക്സ്റ്റിലേക്ക് അടുത്തത് സൂര്യ 45. സിനിമയിൽ വക്കീലായിട്ടും ദൈവമായിട്ടും സൂര്യ എത്തുന്നതാണ്. അതായത് ഡബിൾ റോളിലായിരിക്കും എന്നാണ് കേൾക്കുന്നത്.
പൊളി. നൈസാവൂലേ? സംഭവം അടിപൊളി സംഭവമാണ്. കൊള്ളാം. സംഭവം ഒരുപാട് സിനിമകൾ അങ്ങനത്തെ ഉണ്ട്. പിന്നെ പക്ഷെ ഇതിൽ വക്കീൽ എന്ന് പറയുമ്പോഴേ നിയമവും ദൈവവും രണ്ട് നീതി രണ്ട് രീതിയാണല്ലോ ഉള്ളത്. ആ ഒരു പ്രശ്നം തന്നെയായിരിക്കും എപ്പോഴും ഈ ഒരു സിനിമയിൽ സബ്ജക്ട് സംസാരിക്കുന്നത്. ഇതിന്റെ സബ്ജക്ട് ഏകദേശം അറിയാലോ. ഒരു അമ്പലവും അത് കോടതിന്റെ മുന്നിലുള്ള അമ്പലവും അതിന്റെ പ്രശ്നങ്ങളുമാണ്. അതായത് അമ്പലത്തിന്റെ ഉള്ളിലായിട്ട് കോമ്പൗണ്ടിൽ വരുന്ന ഒരു കോടതി, അതിൽ ഇതിന്റെ സംഭവം എന്തോ കേസ് നടക്കുന്നതായിട്ടാണ്. എന്തായാലും സൂര്യ വക്കീലായിട്ട് വരുന്നുണ്ട്, അതേപോലെ ദൈവമായിട്ടും വരുന്നുണ്ട്. ദൈവത്തിന് വക്കീലിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. വരും. ഇതിപ്പോ ഞാനാണ് ഇവിടുത്തെ പണിയെടുപ്പിക്കാൻ വേണ്ടി ഇരിക്കുക. ഓക്കെ, ഏതായാലും തൃശ്ശൂരിൽ നായിക. ഓക്കെ, അടുത്ത കിഴി എമ്പുരാൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്. ബുക്ക് മൈ ഷോയിൽ 100K ഇൻട്രസ്റ്റ് കയറിയിട്ടുണ്ട് കേട്ടോ. 100K. അത് കൊള്ളാട്ടോ. അത് ഇനി എത്ര ദിവസം ഉണ്ട്? 18 ദിവസവും. ഇനി 18 ദിവസമോ? ഇന്നിപ്പോ എത്ര ദിവസം? 18 ദിവസം അല്ലല്ലേ? ഇന്ന് 9 അല്ലേ? അല്ല, ഇന്ന് 11 അല്ലേ? 17 ദിവസമല്ലേ ഉള്ളൂ. 17 ദിവസമുള്ളൂ. അതിനുള്ളിൽ 100K അടിച്ചിട്ടുണ്ട്. മോസ്റ്റ് ആന്റിസിപ്പേറ്റഡിൽ 7ാം സ്ഥാനത്തോട്ട് ഇപ്പൊ കിടക്കുന്നത്. അതെ, കണ്ടോണം. കയറി ഒന്നുകൂടെ ട്രെയിലർ ഒന്നും ഇറങ്ങിക്കോട്ടെ. അതെ. അടുത്തത് SSMB 29. ഭീകരമായിട്ട് ചെറ്റത്തരമായി പോയിട്ടോ. ഉള്ള കാര്യം പറയാം. ആരാണ് അതൊക്കെ ചെയ്തത്? ആരാണെങ്കിൽ അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരോ. അതെ, എന്തായാലും ഫോറസ്റ്റിന്റെ നടുക്ക് ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് ഇത് സംഭവം ഷൂട്ട് ചെയ്യുന്നത്. അതിനകത്ത് എന്തായാലും ആദിവാസികൾ എന്തായാലും ക്യാമറയും കൊണ്ട് കയറുന്നില്ലല്ലോ. അവരാരും അത് എടുത്തിട്ടും ഉണ്ടാവും. അത്ര ആ ആൾക്കാർ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. മാത്രമല്ല, ഇത് അവരുടേതായ ഏതോ ഒരു വണ്ടിയിൽ നിന്നാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇതിന്റെ കൂടെ ഉണ്ടടാ എന്നൊക്കെ പറഞ്ഞ് ആളാവാൻ വേണ്ടിട്ട് ഏതോ ഒരുത്തര അയച്ചു കൊടുത്താൽ പൊളിച്ചിന്നൊക്കെ പറയില്ലേ അമ്മാര് ടീം ഉണ്ടല്ലോ. ഞങ്ങളൊക്കെ ഒരുമിച്ചുള്ള നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട് ഞാൻ അയച്ചതെന്നുണ്ട്. നീ ആർക്കും അയച്ചു കൊടുക്കല്ലേ എന്നും കൂടി പറഞ്ഞിട്ടുണ്ടോ? അതെ, അവൻ അത് അതേപോലെ തന്നെ മൊത്തത്തിൽ ഫ്ലാഷ് ആക്കുകയും ചെയ്തു. ആ ആള് വേറെ ആൾക്ക് അയച്ചു കൊടുത്തു. ഞാനേ അത് എനിക്ക് ബന്ധമുള്ളവര് SSMB 29 എന്ന് പറഞ്ഞിട്ട് പിന്നെ കോപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്നാ വിശ്വസിക്കാൻ ആർക്കും കൊടുക്കല്ലേ. അപ്പോൾ ആ ആള് എനിക്ക് SSMB ആയിട്ട് ബന്ധമുണ്ട്. അപ്പൊ മൊത്തത്തില് ഇപ്പൊ ഒരു കോടിക്കണക്കിന് ആൾക്കാർക്ക് SSMB ആയിട്ട് ബന്ധമുണ്ട്. ഇപ്പൊ നമുക്ക് ഓരോണ്ട് ബന്ധം. എന്തായാലും ചെറ്റത്തരം കണ്ടുപോയല്ലോ എന്നാണ് തോന്നിയത്. കാരണം ആ സീന് അങ്ങനത്തെ ഒരു സീനായിരുന്നു. പൃഥ്വിരാജിന് എന്തായാലും വളരെ പ്രധാനപ്പെട്ട റോൾ തന്നെയാണെന്നുള്ളതാണ് തോന്നിയത്. പൊളിക്കും. പിന്നെ SS രാജമൗലിന്റെ സിനിമയും കൂടിയല്ലേ. അതെ, ആള് എഴുതി വെച്ചേക്കുന്നതും കണ്ടു വെച്ചേക്കുന്നത് എന്തായിരിക്കും ചിന്തിക്കാൻ പോലും പറ്റൂല. ആളുടെ ഫാദറാണ് എഴുതിയത്. എന്തായാലും കണ്ടു വെച്ചത് എഴുതി വെച്ചത് ചിന്തിക്കാൻ പോലും പറ്റൂല. ഓക്കെ, എന്തായാലും ഇനിയൊന്നും പുറത്ത് വരില്ല എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. ഇത്രയും ഹൈ SSMB 29 ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ മറ്റു സിനിമകൾക്കൊക്കെ പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഏറ്റവും വലിയ സിനിമ 1200 കോടി 1300 കോടി ബഡ്ജറ്റ്. ഇത്രയും വലിയ സിനിമ തന്നെയാണ് ഈ ലീക്കായതെന്ന് പറയുമ്പോഴേ അതും തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കുമാണ് ഈ ഒരു അവസ്ഥ. ഷൂട്ട് തുടങ്ങിയായിരുന്നു, പക്ഷെ ഇവിടുത്തെ ഷെഡ്യൂൾ തുടങ്ങിയത് ഉണ്ടായിരുന്നു. അതെ, അതായത് നമ്മുടെ ഇന്ത്യയിൽ അതാണല്ലോ പ്രശ്നം. മറ്റുള്ളവർക്ക് ഷൂട്ട് കഴിഞ്ഞു. അതെ, വല്ല സാധനം വല്ലവരും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? നമ്മളെപ്പോഴും മുന്നിൽ നിൽക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. അതാണ് പ്രശ്നം. ഓക്കെ, അടുത്ത കിഴി. അയ്യോ, ചോദ്യം ഇല്ലേ? ചോദ്യം ഉണ്ടാവും. ഇത്ര നേരമായിട്ടും വന്നില്ല. ചെക്കൻ എൻ്റെ അടുത്ത് വരേണ്ടതായിരുന്നു. എന്നാ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഏതാണ് അജ്മൽ? എനിക്ക് വിശ്വാസമില്ല. അജ്മൽ കായംകുളത്ത് നിന്ന് അജ്മൽ നമ്മളോട് ചോദിക്കുന്നു, എമ്പുരാൻ സിനിമയുടെ കൂടെ ബിലാൽ റിലീസാവുകയാണെങ്കിൽ, ആവില്ലെന്നറിയാം എങ്കിലും ഇത് രണ്ടും ഒരു ദിവസം റിലീസാവുകയാണെങ്കിൽ നിങ്ങൾ ഏത് സിനിമക്ക് പോകും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കുഴപ്പിക്കുന്ന ചോദ്യം കൊണ്ട് വരരുതെന്നുള്ളത് ഇതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് രസമുള്ള ചോദ്യമാണ്. രസമാണ്, അതുകൊണ്ട് ഇതിന് പറയും ചെയ്യാട്ടോ, ഉത്തരം പറയാം. അതെ, നീ പറ ആദ്യം. ഞാനാണെങ്കിൽ എമ്പുരാനെ പോകുള്ളൂ. ഞാനാണെങ്കിൽ ബിലാലിനെ പോകുള്ളൂ. ബിലാലില്ലല്ലോ, അതുമല്ല. പിന്നെ ഇത് രണ്ടിന്റെ റിവ്യൂ ഇടും ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക്. ഞങ്ങളെ സ്ഥിരം പരിപാടിയാണല്ലോ. ഇനിയിപ്പോ ബസൂക്ക സിനിമ വരുന്നുണ്ട്. ബസൂക്കിന്റെ കൂടെ മറ്റു കുറെ സിനിമകളുണ്ട്. ഞങ്ങൾ ബസൂക്കൊക്കെ ഒരുമിച്ച് പോയിരുന്ന് കണ്ട് ആസ്വദിക്കണമെന്ന് കരുതിയതാണ്. പക്ഷേ ബസൂക്കൊക്കെ എന്തായാലും രണ്ടുപേർക്കും പോകാൻ പറ്റില്ല. കാരണം അന്ന് ഗുഡ് ബാഡ് അഗ്ലി ഉണ്ട്, ജിംഖാനുണ്ട്, മരണമാസമുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമ എല്ലാം കൂടി ഒരുമിച്ച് വരുന്നത്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? രണ്ടെണ്ണത്തിന് പോകും. സ്വാഭാവികമായിട്ട് ഇത് തന്നെ സംഭവിക്കുമോ? ഞാൻ എമ്പുരാന് പോവും, അവൻ
ബിലാലിന് പോകും. അത് കാരണം എനിക്ക് ബിലാലാണ് എമ്പുരാനേക്കാളും കാണാൻ താല്പര്യമുള്ളത്. നമുക്ക് പിന്നെ പണ്ടേ എമ്പുരാനോടുള്ള എമ്പുരാനോട് നമുക്ക് സ്റ്റീഫനോടുള്ള ഒരു പ്രത്യേക താല്പര്യം. പക്ഷെ ഈ സ്റ്റീഫന്റെ ക്യാരക്ടർ പോലും നമ്മുടെ ബിലാലിന്റെ ക്യാരക്ടർ അതേപോലെ എടുത്തൊക്കെയാണ്. അതായത് സംസാര രീതി പോലും അത് കൂടുതൽ പ്രതികരിക്കാതെ. വേറൊരു കാര്യമുണ്ട്, മലയാള സിനിമയില് ഒരു മാറ്റം തന്നെ കൊണ്ടുവന്ന സിനിമയാണ് ബിലാല്. ബിഗ് ബി അതെ, സോറി, അതെ. അതിന്റെ ശേഷം വന്നിട്ടുള്ള സിനിമകൾക്കൊക്കെ അതിന്റെ ടച്ച് ഉണ്ട്. KGF വന്നതിന് ശേഷം വരുന്ന സിനിമകൾക്കൊക്കെ KGF ടച്ച് ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ. പക്ഷെ ഞാൻ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്റ്റീഫനെയാണെന്ന് മാത്രം, ബിലാലിന്റെ മുകളിൽ. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് തിരിച്ചെങ്ങനെയായിരിക്കും, ജനങ്ങൾ ഏറ്റവും കൂടുതൽ എന്തായിരിക്കും അത് നമുക്ക് പറയാൻ പറ്റില്ല, ഓരോരുത്തരുടെയും ഇഷ്ടം അത് ഓരോ. പക്ഷെ ബിലാൽ എന്ന സിനിമ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രിക്ക് എത്രയായിരുന്നു. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇപ്പം സിനിമേന്റെ അല്ലെങ്കിൽ ഇപ്പൊ റിലീസിനോട് അടുത്ത് വരുമ്പോഴത്തേക്കും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അത് ശരിയാ, അതിനകത്ത് നമുക്ക് അതായത് ചിലപ്പം ലാലേട്ടനെ കാരണം അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഫാൻസ് ഏറ്റവും കൂടുതലുള്ള ലാലേട്ടനാണ്. അപ്പൊ ലാലേട്ടൻ സിനിമ വന്നു കഴിയുമ്പോൾ എല്ലാം കൂടി ഫസ്റ്റ് ലാലേട്ടൻ സിനിമ. പക്ഷെ കഥാപാത്രം എന്നും ഈ താരങ്ങളുടെ ആരാധകരില്ലേ, അതിനേക്കാൾ അപ്പുറത്താണ് കഥാപാത്രങ്ങൾക്കുള്ള ആരാധകർ. അതൊക്കെ ഓക്കെ. ഇപ്പൊ ഒരുപാട് മമ്മൂട്ടി ഫാൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം മമ്മൂട്ടിന്റെ തന്നെ എടുക്കുക, എന്നിട്ട് ആടുതോമനെ വെച്ച് നോക്ക്. ആ മമ്മൂട്ടി ഫാൻസ് പോലും ഈ ആടുതോമനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, കാരണം അങ്ങനത്തെ കഥാപാത്രമായിരിക്കും. ആ സിനിമയുടെ പ്രത്യേകത അങ്ങനെയാണല്ലോ. അപ്പോൾ ആരാധകർ കഥാപാത്രങ്ങളോടുള്ളതിന് കുറച്ചും കൂടി സോളിഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ക്യാരക്ടറിന്റെ മുകളിലാണ് ബിലാൽ ജോൺ കുരിശിങ്ങൾ. പക്ഷെ ഇതൊക്കെ വെച്ച് നമ്മൾ പറഞ്ഞാലും, ഞാൻ പറഞ്ഞ ഈ ഫാൻസിന്റെ ഇത് വെച്ചിട്ടാട്ടോ, എത്രയൊക്കെ ഇത് നമ്മൾ പറഞ്ഞാലും വേണമെങ്കിൽ ഷോ വെച്ച് നോക്കിയാൽ പോലും മനസ്സിലാവും എന്തായാലും ലാലേട്ടൻ ഫാൻസിന് അല്ല, ലാലേട്ടൻ ഷോയ്ക്കായിരിക്കും ആള് കൂടുതൽ. അത് അങ്ങനത്തെ ഒരു, അത് ചിലപ്പോ ആൾക്കാരുടെ ഇഷ്ടത്തിന്റെ ഒന്നും അല്ലട്ടോ ഞാൻ പറഞ്ഞത്, അത് ഫാൻസിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. മമ്മൂക്ക പടം ബിലാൽ നമുക്കറിയാം, നമ്മളെല്ലാം കാത്തിരിക്കുന്ന സിനിമയാണ്. സെലിബ്രിറ്റീസ് വരെ കാത്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ട സാധനമാണ് ഇതിന്റെ അനൗൺസ്മെന്റ്. അതെ, ഈ സിനിമ പക്ഷെ വരൂല എന്നുള്ളത് നമുക്ക് ദുഃഖകരമായ ഒരു സത്യമാണെങ്കിൽ പോലും ആഗ്രഹിക്കണ്ട, എന്നാലും ലാസ്റ്റ് അവിടെ എത്തി നിൽക്കുന്നു, അറിയാതെ ആഗ്രഹിച്ചു പോകും. ആ ഒരു സിനിമ കാണുമ്പോ നമുക്ക് വീണ്ടും ചിന്തിച്ചു, ഓ ഇതിന്റെ ഒരു സിനിമ സെക്കൻഡ് വന്നിരുന്നെങ്കിൽ നമുക്ക് ചിന്ത വരും. ഇതിന്റെ വിറ്റെന്താ അറിയോ, അതായത് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ സംഭവിച്ചു കഴിഞ്ഞ് ഇനി അത് റിലീസിന് ഒരുങ്ങി, ബിലാൽ എന്ന് പറഞ്ഞ സിനിമ സംഭവിക്കാനേ പോകില്ല. ആ രണ്ട് സിനിമനെ കുറിച്ചാണ് ഈ ഒരു കമന്റ് വന്നത്. സത്യം. അടുത്തത് ലക്കി ഭാസ്കർ സിനിമ ടോപ്പ് 10 100 ദിവസം തികച്ചു നെറ്റ്ഫ്ലിക്സിൽ. ഇപ്പോഴും ടോപ്പ് 10 പോയിട്ടില്ല. ഫസ്റ്റത്തെ സൗത്ത് ഇന്ത്യൻ മൂവിയാണ് കേട്ടോ ഈ ടോപ്പ് 10 ഇങ്ങനെ കിടക്കുന്നത് നെറ്റ്ഫ്ലിക്സിൽ. 100 ദിവസം അല്ലേ, ശരിക്കത് മറ്റൊരു 100 കോടി വലുപ്പമുള്ള റെക്കോർഡാണ് തീർച്ചയായിട്ടും. ഓക്കെ, അടുത്ത കിഴി പ്രഭാസ് പ്രശാന്ത് വർമ്മ മൂവി. എല്ലാം ഭീകരം. പ്രശാന്ത് വർമ്മ നമ്മുടെ പ്രഭാസിനെ വെച്ചൊരു സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കഥ കേട്ടിട്ടാണ് നമ്മുടെ പ്രഭാസ് മറ്റ് സിനിമകളൊക്കെ മാറ്റി വെച്ചിട്ട് ഇത് മുൻപേ ചെയ്യാമെന്നുള്ളത് ഒരു തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ ടൈറ്റിൽ ബക്ക എന്നായിരിക്കും. ബക്ക അങ്ങനെ കേൾക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു സ്റ്റോറി, അതായത് ഒരു മിത്തോളജിക്കൽ പരിപാടിയാണ് ബക്കാസുരുഡു. ഇതിൻ്റെ ഒരു മിത്തോളജിക്കൽ പരിപാടിയാണെന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത്. ഇതില് ചിലപ്പം വല്ല ഹീറോ ഒക്കെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കണം പ്രഭാസം എന്നാ ഞാനത് എടുത്തേക്കാന്ന് പറഞ്ഞത്. പ്രഭാസല്ലേ ആള്. അപ്പൊ എന്തായാലും ഈ എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ജനാധിപത്യം വിജയിച്ചു. ജനാധിപത്യം അത് ശരിക്കും ജനാധിപത്യമാണോ എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. അതെന്താ ഞാൻ എടുക്കുമ്പോൾ മാത്രം ജനാധിപത്യത്തിലേക്ക് ഞാൻ ജയിച്ചു. എപ്പോഴെങ്കിലും ഇന്നൊന്ന് ഒന്ന് അംഗീകരിക്കുന്നത് നിങ്ങൾ കണ്ടു? എത്ര പ്രാവശ്യം കള്ളം പറഞ്ഞു? എത്ര പ്രാവശ്യം? ചീപ്പ് പരിപാടികളോട് എനിക്ക് താല്പര്യമില്ല. കണ്ടോ? എന്തായാലും പോവാണ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇവൻ തന്നെ എടുത്തു കൊടുക്കലെന്ന് നീ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ പോട്ടെ. ബൈ.